എരപ്പാളി എടാ, നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഏറി ഏക്കൻ പറയുന്ന പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച അത്ര ഇൻഫ്ലുവൻസ് എനിക്ക് സ്ഥലത്തില്ലെന്ന് ഇപ്പോഴേ മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്യണം ഒളച്ചേട്ടാ? ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ച് കയറാം. ഏതായാലും ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കില്ല. അത്ര സിമ്പതിലെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 50 രൂപ അല്ല 100 രൂപ കിട്ടുന്ന കാര്യം കണ്ട് ആരെങ്കിലും വരാതിരിക്കും? നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ടൊരു മൊന്ത പോലും വരില്ല. പെണ്ണുകൊണ്ടിന്റെ പാട്ടിന് പോകും. ഞാൻ എന്ത് ചെയ്യണം ഒളച്ചേ? ധൈര്യമായിട്ട് തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്തയില്ലെന്ന് പറഞ്ഞ നാണക്കേടൻ. നല്ല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടുവരും. ആരാ? അപ്പം തിന്നാ പോരെ, കുഴി എന്നണോ? കൊള്ളാം, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും 29 വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല. 29 വയസ്സും 29 ദിവസവും കഴിഞ്ഞ് 29 മണിക്കൂറും 29 മിനിറ്റും 29 സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് താലി കയറും. അതിനി എത്ര നാളുണ്ട്? കഷ്ടിച്ച് 1.5 വർഷം വരും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം. ശരി, എന്നാ വരട്ടെ. രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോവാന്ന് വെച്ചു. ഡോണ്ട് വറി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. ഇല്ലെങ്കിൽ ഞാൻ നടത്തും. മോനെ, മക്കളെ, ഞാൻ താമസിച്ചു പോയതാ. അച്ഛൻ അച്ഛൻ താമസിച്ച എവിടെയൊക്കെ നോക്കി അച്ഛനെ. അയ്യോ, വരില്ലെന്നുള്ള പറഞ്ഞില്ലേ? എന്നിട്ട് ഞാൻ കാരണം ഒരു ജീവിതം തകരരുത്. താൻ കാരണം എല്ലാം തകരാൻ പോകും. അയ്യോ മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നിന്റെ കല്യാണം ഇപ്പൊ നടത്തണം. എന്റെ മകനെ കയറി മകനെ എന്ന് വിളിക്കാൻ നീ എവിടെ? എന്റെ അച്ഛനെ തല്ലത് അദ്ദേഹം അല്പം മദ്യപിച്ചു എന്ന് കരുതി. സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്റെ അച്ഛൻ ചളാക്കരുത്. പ്ലീസ് പ്ലീസ് കൂൾ ഡൗൺ ഡാഡി. യുവർ ഹാർട്ട് ബീറ്റ്. നിന്റെ വേല മനസ്സിരിക്കട്ടെ. കിട്ടാതെ ഞാൻ പോകത്തില്ല. എന്റെ മോനെവിടെ? മോനെ, മരുമോളെവിടെ? അയ്യോ ഭ്രാന്തോ? എന്റെ തന്തയ്ക്കാണോ ഭ്രാന്ത്? മര്യാദക്ക് നീ പറഞ്ഞു. പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. രൂപ പരസ്പര വിരുദ്ധമില്ല. ഇന്നലെ വൈകുന്നേരം ഇവൻ എന്റെ കടയിലെന്ന് പറഞ്ഞു ഒരു വേഗം. മകനെ ഞാൻ അച്ചോ നിങ്ങളുടെ അനുഗ്രഹിക്കച്ചോ. അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ചോ, ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ചോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. പള്ളിയിലെ മണി കത്തി വെച്ചോ. അച്ഛാ മണി വാച്ചോ. എടാ, എപ്പോഴാ കല്യാണം? കല്യാണോ? പൊണ്ണങ്ക എപ്പത്താൻ തിരുമണോ? എടാ, എപ്പോഴാ കല്യാണം? എടാന്നോ? ഒരാൾക്ക് തിരുമണം, ഒരാൾ എടാന്ന്. പിന്നെ മകനെ എടാന്ന് വിളിച്ചൂടെ? എൻ മകൻ. അസംബന്ധം പറയരുത്. In these days of degenerating decencies, when diplomacy and duplicity fails, and this hemoglobins, when India shall, Mother India shall. Daddy, Elena, take away Daddy to his room. He's in a very critical position. Take him. Daddy, relax, Daddy. എന്താ നോക്കിക്കണ പൊയ്ക്കൂടെ? കാശോടെ? എന്നാ പേച്ച്? കാശ് ഓടിയാ ഉങ്കല്ലേ വീഴും. എല്ലാം ബാഷ് ആയില്ല.